നമസ്കാരം. മൊസാദിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇസ്രയേൽ പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ മറ്റ് ഉന്നതരും യോഗം ചേരുന്ന മുറിയിൽ ഹമാസ് നേതാക്കളുടെയൊക്കെ ഒരു ഫോട്ടോ നിരത്തി വച്ചിട്ടുണ്ട്. ഇതിൽ കൊല്ലപ്പെട്ട ഹമാസ് നേതാക്കളുടെ ഫോട്ടോയിൽ എക്സ് എന്ന് അടയാളപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നാൽ ഒരാളുടെ മാത്രം ഫോട്ടോയിൽ ഇതുവരെ ഈ ചുവന്ന ഗുണന അടയാളം എക്സ് അടയാളം വരച്ചിരുന്നില്ല. അവിടെ ചുവന്ന വര വീണാൽ അപ്പോൾ ഗാസ യുദ്ധം നിൽക്കുമെന്നാണ് ഇസ്രയേൽ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരുന്നത്. ഇപ്പോൾ ആ ചുവന്ന വര വരയ്ക്കാനുള്ള സമയമായി എന്നാണ് റിപ്പോർട്ടുകൾ. മൊസാദിൻ്റെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലുള്ള ഹമാസ് തലവൻ യഹിയ സിൻവാർ കൊല്ലപ്പെട്ടതായിട്ട് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ഹമാസിൻ്റെ ഹിറ്റ്ലർ അല്ലെങ്കിൽ ഒരു രണ്ടാം ബിൻ ലാദൻ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന യഹിയ സിൻവാറിനെ ജീവനോടെയോ അല്ലെങ്കിൽ അല്ലാതെയോ പിടികൂടുന്നത് വരെ ഈ ഒരു വേട്ട തുടരുമെന്ന് ഇസ്രായേൽ ഔദ്യോഗികമായിട്ട് തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ലോകത്തെ തന്നെ ഏറ്റവും സജ്ജമായ സൈനിക ശേഷി എന്ന ഖ്യാതിയുള്ള ഇസ്രായേലിനെ നാണം കെടുത്തിയ ആക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരനും യഹിയ സിൻവാർ ആയിരുന്നു. ഇസ്രായേൽ സൈനിക സമ്മർദ്ദം തുടർന്നാൽ ബന്ദികൾ ജീവനോടെ ഉണ്ടാകില്ലെന്നായിരുന്നു ഹമാസിൻ്റെ ഭീഷണിയും. എന്നാൽ ഹമാസ് തലവൻ കൊല്ലപ്പെട്ടതോടെ ഇനി ബന്ദികളുടെ മോചനവും ഉറപ്പായിരിക്കുകയാണ്. ഗാസ സിറ്റിയിലെ സ്കൂളിന് നേരെയുണ്ടായ മാരകമായ റോക്കറ്റ് ആക്രമണത്തെ തുടർന്ന് ഹമാസ് തലവൻ യഹിയ സിൻവാർ കൊല്ലപ്പെട്ടതായിട്ടാണ് ഇപ്പോൾ ഇസ്രയേൽ കരുതുന്നത്. അത്തരത്തിലുള്ള ചില റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഹമാസ് കമാൻഡർ സെൻറ്റർ ലക്ഷ്യമാക്കിയാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രയേൽ സൈന്യം തന്നെ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഈ ആക്രമണത്തിൽ 22 പേർ കൊല്ലപ്പെട്ടതായിട്ട് ഫലസ്തീൻ ആരോഗ്യ അധികൃതരും അറിയിച്ചിട്ടുണ്ട്. 1987 ഹമാസിൻ്റെ സ്ഥാപക അംഗമായിരുന്നു യഹിയ സിൻവാർ. ഓഗസ്റ്റിൽ ടെഹ്റാനിൽ വെച്ച് തൻ്റെ മുൻഗാമിയായ ഇസ്മയിൽ ഹനിയെ വധിച്ചതിനെ തുടർന്നാണ് അദ്ദേഹം ഹമാസിൻ്റെ തലവനായത്. ഗാസ മെട്രോ എന്ന് അറിയപ്പെടുന്ന തുരങ്കങ്ങളിൽ പെരിച്ചാഴിയെ പോലെ താമസിച്ച് പുറംലോകത്ത് വരാതെയാണ് യഹിയ സിൻവാർ ഹമാസിനെ നയിച്ചിരുന്നത്. 2017 മുതലാണ് ഗാസയിൽ ഹമാസിനെ നയിക്കാനുള്ള ഉത്തരവാദിത്വം യഹിയ സിൻവാറിലേക്ക് എത്തിയത്. അതുവരെ താരതമ്യേന ദുർബലമായിരുന്ന ഹമാസിനെ ഇന്ന് കാണുന്ന ഇസ്രയേലിൻ്റെ ഈ മുഖ്യ എതിരാളിയാക്കി മാറ്റിയതിന് പിന്നിലും ഈ യഹിയ സിൻവാറിൻ്റെ സംഘടനാ പാടവവും അതോടൊപ്പം തന്നെ അധികാരവും സ്വാധീനവുമാണ് ഉള്ളത്. അഭയാർത്ഥി ക്യാമ്പിൽ ജനിക്കുകയും മിസൈലുകൾക്കും ബോംബുകൾക്കും വെടിയുണ്ടകൾക്കും ഇടയിൽ ജീവിക്കുകയും ചെയ്ത ഒരു നേതാവാണ് യഹിയ സിൻവാർ. നന്നായി ഹീബ്രു ഭാഷ സംസാരിക്കുന്ന യഹിയ സിൻവാറിന് ഇസ്രയേലികളുമായി അടുത്ത് ഇടപഴകാനുള്ള അവസരമുണ്ടായിരുന്നു. ഈ അവസരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഹമാസ് ഇനി യുദ്ധത്തിനില്ല എന്നും വെടിനിർത്തൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും ഇസ്രായേൽ നേതാക്കളെ അവർ വിശ്വസിപ്പിച്ചു. പക്ഷേ അക്ഷരാർത്ഥത്തിൽ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ഒരു തന്ത്രപരമായിട്ടുള്ള കുടില പദ്ധതി അതീവ രഹസ്യമായി ആസൂത്രണം ചെയ്യുകയായിരുന്നു യഹിയ സിൻവാർ. കഴിഞ്ഞ വർഷം ഒക്ടോബർ 13 ഹമാസ് കൂട്ടത്തോടെ ഇരച്ചെത്തുമ്പോൾ ഇസ്രായേൽ ശരിക്കും ഉറക്കത്തിൽ തന്നെയായിരുന്നു. അതിർത്തിയിൽ സൈനികരില്ലായിരുന്നു. അവധിയുടെ ആലസ്യത്തിലായിരുന്നു രാജ്യം. റഡാറുകൾ നോക്കാൻ പോലും ആളില്ലായിരുന്നു. മാത്രമല്ല അയൺഡോം പോലും പ്രവർത്തിക്കാതിരുന്നത് ഇസ്രായേൽ പെട്ടെന്നൊരു ആക്രമണം പ്രതീക്ഷിക്കാതിരുന്നത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സിൻവറിൻ്റെ കെണി അത് മൊസാദിനെ സംബന്ധിച്ച് പോലും അവർക്ക് മനസ്സിലായില്ല. ഹീബ്രു ഭാഷ പഠിപ്പിച്ച 18,000-ഓളം ഫലസ്തീൻ ചെറുപ്പക്കാരെ ഇസ്രായേലി വർക്ക് പെർമിറ്റ് എടുപ്പിച്ച് സിൻവർ ഇസ്രായേലിലേക്ക് അയച്ചു. ഇസ്രായേൽ ആകട്ടെ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇവരെ സ്വാഗതവും ചെയ്തു. കാരണം ഗാസയെ സംബന്ധിച്ച് അവിടെ ശമ്പളം കുറവാണ്. അതിൻ്റെ 6 ഇരട്ടിയോളമാണ് ഒരു ദിവസം ഇസ്രായേലിൽ അവർ ജോലി ചെയ്താൽ ലഭിക്കുക. ഇസ്രായേലിലാവട്ടെ വീട്ടുജോലി അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിരവധി ആളുകളെയാണ് അവിടെ ആവശ്യമുള്ളത്. അങ്ങനെ പ്രതിദിനം ഇത്രയേറെ ഫലസ്തീനികൾ അവർ രാവിലെ ഈ ഗാസ അതിർത്തിയിൽ പാസ് കാണിച്ച് ഇസ്രായേലിലേക്ക് പ്രവേശിച്ച് അവിടെ ചെന്ന് ജോലി ചെയ്ത് തിരിച്ച് വൈകുന്നേരം ഗാസയിലേക്ക് തിരികെ പോവുകയും ചെയ്യുന്നതാണ്. ഇങ്ങനെ 2 സമൂഹങ്ങൾ അവർ തമ്മിൽ ഇടകലരുമ്പോൾ തീർച്ചയായിട്ടും ഫലസ്തീനികളുടെ രോഷം അത് കുറയുമെന്നായിരുന്നു ഇസ്രായേൽ കരുതിയിരുന്നത്. പക്ഷേ ഇവിടെ സംഭവിച്ചത് മറ്റൊന്നാണ്. ഇത് യഹിയ സിൻവാറിൻ്റെ കെണിയാണെന്ന് ഇസ്രായേൽ തിരിച്ചറിഞ്ഞിരുന്നില്ല. ഇങ്ങനെ പ്രതിദിനം അതിർത്തി കടന്ന് എത്തുന്നവരെ അത്തരത്തിലുള്ള ആളുകളെ നല്ലൊരു വിഭാഗവും യഹിയ സിൻവാർ ഹീബ്രു പഠിപ്പിച്ച് അവരെ ചാരപ്പണിക്കായിട്ട് അയച്ചവരായിരുന്നു. മാത്രമല്ല ഇവർ ഇസ്രായേലിൽ സംശയമില്ലാത്ത വിധം ജോലി ചെയ്തുകൊണ്ട് താമസിച്ചു പോന്നു. അതിനിടെ ഇസ്രായേലിൽ താമസിക്കുന്ന ഫലസ്തീനികളുമായിട്ട് ഇവർ ചങ്ങാത്തം കൂടുന്നു. അതോടൊപ്പം ഇവിടുത്തെ പ്രാദേശിക സമുദായങ്ങളുടെ ജീവിത രീതികൾ അവർ കൃത്യമായി അത് അടയാളപ്പെടുത്തി. മാത്രമല്ല ഇവർ നൽകിയ വിവരങ്ങളും അതോടൊപ്പം തന്നെ പ്രാദേശിക ഭൂപടമടക്കമുള്ള പല കാര്യങ്ങളും ഹമാസിന് അവരുടെ ആക്രമണത്തിൽ ഗുണം ചെയ്യുകയും ചെയ്തു.
2 വർഷത്തെ കുറ്റമറ്റ ആസൂത്രണത്തിന് ശേഷമാണ് ഹമാസ് ഇസ്രയേലിൻ്റെ അതിർത്തി മുറിച്ച് കടന്ന് ഒക്ടോബർ 7-ാം തീയതി ആക്രമണം അഴിച്ചുവിട്ടത്. അവരാകട്ടെ ഇസ്രായേൽ അതിർത്തികളിലേക്ക് പ്രവേശിച്ച് വനിതകളെ ബലാത്സംഗം ചെയ്തു കൊന്നു, കുട്ടികളെ വെടിവെച്ച് കൊന്നു. ക്രൂരമായ അഴിഞ്ഞാട്ടമാണ് അന്ന് അരങ്ങേറിയത്. അതിൽ തന്നെ ഏതാണ്ട് 1000-ലേറെ ഇസ്രയേലികൾ കൊല്ലപ്പെട്ടു. ഏറ്റവും വിചിത്രമായിട്ടുള്ളൊരു കാര്യം, ഇസ്രയേൽ അത്രയും കാലം തീറ്റിപ്പോറ്റിയവർക്ക് പെർമിറ്റുമായി വന്നവരും ആ രാജ്യത്തിനെതിരായ ആക്രമണത്തിൽ ഹമാസിനൊപ്പം ചാവേറുകളായി ചേർന്നു എന്നതാണ്. ഈ വിവരങ്ങളെല്ലാം തന്നെ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെട്ടവരെ ചോദ്യം ചെയ്തതോടെയാണ് ഇസ്രയേലിനെ സംബന്ധിച്ച് പിടികിട്ടിയത് തന്നെ. 2023 ഫെബ്രുവരി 13 അർദ്ധരാത്രി ഇസ്രയേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗറി ഹമാസിൻ്റെ തലവൻ യഹ്യ സിൻവറിനെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടുമെന്ന് ഔദ്യോഗികമായിട്ട് തന്നെ പ്രഖ്യാപിച്ചിരുന്നു. തീപ്പൊരി പ്രാസംഗികനും അതോടൊപ്പം തന്നെ സംഘാടകനുമായ ഈ ഹമാസ് നേതാവിൻ്റെ തലയ്ക്ക് ഇപ്പോൾ ലക്ഷങ്ങളാണ് മൊസാദ് വിലയിട്ടിരിക്കുന്നത്. എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.